ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗെന്നുവാണേ, മാജിക്കാണേ. ആ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മാലല്ലേ ഇത്? നീ അതൊക്കെ എടുത്ത് ഇട്ടോ? അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഇത് തന്നെ ഇന്നത്തെ ക്രാഫ്റ്റ് ആക്കാം അല്ലേ? ഞാൻ മാജിക്കിന് ഗിഫ്റ്റ് ചെയ്തൊരു മാലയാണ് കേട്ടോ. വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ഒരു മാല. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ, നമ്മുടെ സാധാരണ തുണിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടാണ് ഈ ഒരു വിക്ടോറിയൻ സ്റ്റൈലില് മാല സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബേസ് ഒക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് റെഡിയാക്കി നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഈ വിക്ടോറിയൻ ലോക്കറ്റ് സെറ്റ് ചെയ്തെടുത്താലോ? അപ്പോൾ ഞാൻ അന്ന് മേടിച്ച കുറേ ക്രാഫ്റ്റ് ഐറ്റംസിലുണ്ടായിരുന്ന ഒരു ചെയിൻ ഉണ്ടായിരുന്നല്ലോ, ഇത് നമ്മൾ റീയൂസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചെയിനിട്ടാണ് ഞാൻ ഈ ഒരു മാല റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വിക്ടോറിയൻ ലോക്കറ്റിൻ്റെ ബേസായിട്ട് ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ചിരിക്കുന്ന ഒരു ലോക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പഴയ തുണി എടുത്തിട്ടുണ്ട്. ആ തുണി ഞാൻ ജസ്റ്റ് ഒന്ന് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി റിങ്ങിൽ അറ്റാച്ച് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ ലോക്കറ്റിൽ വെക്കാനുള്ള ലോക്കറ്റിൻ്റെ അളവ് അത് ഞാനൊന്ന് അതിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. കാരണം അതിനകത്ത് വേണം നമുക്ക് ചെയ്യേണ്ട എംബ്രോയിഡറി വർക്ക് മുഴുവൻ ചെയ്യാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഒരു ബേസ് എങ്ങനെ വേണം എന്നുള്ളതൊരു ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എംബ്രോയിഡറി സ്റ്റിച്ചസ് യൂസ് ചെയ്തിരിക്കുന്നത് ബുള്ളിയൻ സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും പോലെയുള്ള ചെറിയ ചെറിയ സ്റ്റിച്ചുകളാണ്. അതാകുമ്പോൾ ക്യൂട്ട് ലുക്കും വരും. നമുക്ക് ഈ ഒരു ചെറിയ ഏരിയയിൽ അത് ഫില്ല് ചെയ്തെടുക്കാനും പറ്റും. കുറച്ച് ചെയിൻ സ്റ്റിച്ചും അതുപോലെ ബാക്ക് സ്റ്റിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്റ്റിച്ചുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഇതിനകത്ത് മൊത്തത്തിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് മൊത്തം ഫില്ല് ചെയ്യണം എന്നല്ല, എന്നാലും കാഴ്ചയിൽ നമുക്കതൊരു മൊത്തം ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് ആണ് ഞാനിത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റിച്ചുകൾ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു സംഭവം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ കഷ്ടപ്പാടില്ലാണ്ട്, അതായത് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നമുക്കൊരു വിക്ടോറിയൻ സ്റ്റൈൽ ലോക്കറ്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത്. ഇതിലിപ്പോൾ ഏകദേശം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു അളവെടുത്തതിൻ്റെ കുറച്ചുകൂടെ ഒരു കൂടുതലെടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ നമ്മുടെ സാധാരണ മെഡിസിൻ സ്ട്രിപ്പിൻ്റെ ഒരു സംഭവം എടുത്തിട്ടാണ് ഈ ഒരു തുണി അതിലൊട്ടിച്ചിട്ടാണ് അതാണ് ഈ ഒരു ലോക്കറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് വിക്ടോറിയൻ സ്റ്റൈലിൽ ലുക്ക് കിട്ടാൻ വേണ്ടി തന്നെ ചെയ്തതാണ് അങ്ങനെ. അപ്പോൾ നമുക്കൊരു റീസൈക്ലിംഗ് ലെവലിൽ ഇത്ര അടിപൊളിയായിട്ടൊരു സംഭവം ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.